നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ്. സിമ്പിൾ ആണ് പരിപാടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് SQRT, സ്ക്വയർ റൂട്ട് എന്നാണ് ഫംഗ്ഷന്റെ പേര്. സ്ക്വയർ റൂട്ട് ഓഫ് 25, അവിടെ എത്ര കിട്ടി? 5 കിട്ടി. സോ ഇതാണ് മെത്തേഡ് നമ്പർ 1, സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് 25 എടുക്കുക. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മൾ റേസ് ടു 1/2 ചെയ്യും. അപ്പൊ സ്ക്വയർ റൂട്ട് എടുക്കാൻ റേസ് ടു 1, സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുന്നു? 2 ചെയ്യുന്നു. ഇനി 81 എടുക്കുന്നു. ഞാൻ എന്റെ ക്യൂബ് റൂട്ട് എടുക്കാൻ ഇപ്പൊ. അപ്പൊ ക്യൂബ് റൂട്ട് എങ്ങനെ എടുക്കാം? റേസ് ടു 1 ഡിവൈഡ് ബൈ 3 ചെയ്യാം. സോ ഈ ക്യൂബ് റൂട്ട് എടുക്കാൻ വേണ്ടി റേസ് ടു 1/3 നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ 100ന്റെ 4th റൂട്ട് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? റേസ് ടു 1 ഡിവൈഡ് ബൈ 4 ചെയ്യും. സോ ഇതാണ് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, 4th റൂട്ട് ഒക്കെ എടുക്കുന്ന രീതി. അപ്പൊ ഈ ഫംഗ്ഷൻ വെച്ച് നമുക്ക് സ്ക്വയർ റൂട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ഇനി ക്യൂബ് റൂട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റേസ് ടു 1/3 ചെയ്യുന്നു. 4th റൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റേസ് ടു 1/4 ചെയ്യുന്നു.